ഹലോ എവ്രി വൺ. OET ലിസണിങ്ങിൻ്റെ പാർട്ട് എയുടെ ഓഡിയോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പേഷ്യൻ്റ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായിട്ട് സംസാരിക്കുന്നതാണ് അല്ലേ. അതേപോലെ തന്നെ ലിസണിങ്ങിൻ്റെ പാർട്ട് ബിയിലും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുന്ന കൺസൾട്ടേഷൻസ് ഒക്കെ വരാറുണ്ട് അല്ലേ. അപ്പം ഈ രണ്ട് സിറ്റുവേഷൻസിലും പേഷ്യൻ്റ് പറയുന്ന ആൻസേഴ്സ് നമ്മൾ കേട്ട് അത് മനസ്സിലാക്കി ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. അതായത് പേഷ്യൻ്റ് പറയുന്ന ആ ഒരു ഓഡിയോയിൽ നിന്ന് പേഷ്യൻ്റെ ഭാഗത്തു നിന്നാണ് ലിസണിങ്ങിൻ്റെ പാർട്ട് എയിൽ 90% ആൻസേഴ്സും വരിക. ലിസണിങ്ങിൻ്റെ പാർട്ട് ബിയിലാണെങ്കിലും ചില ക്വസ്റ്റ്യൻസ് പേഷ്യൻറ്റിൻ്റെ കൺസേൺ എന്താണ്, പേഷ്യൻ്റെ വറി എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അവിടെയും പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓഡിയോ കേട്ടിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ പേഷ്യൻ്റ് പറയുന്ന ടേമിനെയാണ് നമ്മൾ ഈ ലേ ടേംസ് എന്ന് പറയുന്നത്. മിക്കവാറും ഒരു 80% ആൻസേഴ്സും അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളും പേഷ്യൻ്റ് സിമ്പിൾ ലാംഗ്വേജിൽ ലേ ടേംസിലായിരിക്കും പറയുക, മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യാതെ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ലിസണിങ് പാർട്ട് ബിയുടെ ഒരു കൺസൾട്ടേഷനാണിത്. ഈ കൺസൾട്ടേഷനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യു ഹിയർ ആൻ ഒപ്റ്റോമെട്രിസ്റ്റ് ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ് ഹൂ ഇസ് ട്രൈയിങ് കോൺടാക്ട് ലെൻസസ് ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്മൾ കേൾക്കുന്നത് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലും ഒരു പേഷ്യൻറ്റുമാണ് അല്ലേ. നൗ നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത് വാട്ട് ഇസ് എ പേഷ്യൻറ്റ് കൺസേൺഡ് അബൌട്ട്. പേഷ്യൻറ്റിന് എന്ത് കൺസേൺ ആണ് ഉള്ളത്. അപ്പോൾ പേഷ്യൻറ്റ് പറയുന്ന ഒരു കൺസേൺ അല്ലേ നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ കൺസേൺ ആയിട്ട് ഓപ്ഷൻസിൽ പറയുന്നത് ഹിസ് ബ്ലർഡ് വിഷൻ, സോർനെസ് ഇൻ ഹിസ് ഐസ്, ഹൗ ടു റിമൂവ് ദ ലെൻസസ്. സോ ഈ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ സോർനെസ് ഇൻ ഹിസ് ഐസ് എന്ന് പറയുന്നത്, സോർനെസ് എന്ന് പറയുന്ന ഒരു ലേ ടേം ആണ് അല്ലേ, സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഹൗ ടു റിമൂവ് ദ ലെൻസസ് എന്ന് പറയുന്നതും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, മെഡിക്കൽ ടേംസ് അല്ല. പക്ഷെ ബ്ലർഡ് വിഷൻ പേഷ്യൻ്റ് എങ്ങനെയാണ് അത് പറയുന്നതെന്നൊന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ ഈ ഒരു ഓഡിയോയുടെ സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ പേഷ്യൻ്റ് പറയുന്നത് ഇതാണ്: Now you have had the lenses in for a few minutes. How are they feeling? അത് ചോദിക്കുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. അപ്പം എങ്ങനെയുണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് പറയാണ്: നോട്ട് ബാഡ്, ഐ തോട്ട് ഐഡ് ഫീൽ ദം ആക്ച്വലി ടച്ചിങ് മൈ ഐസ്, that they would be sore or prickly, but I can't feel much at all. My eyes do feel a bit watery though. അപ്പോൾ സോർ ആകുമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല, അത് പക്ഷെ വാട്ടറി ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഒപ്റ്റോമെട്രിസ്റ്റ് പറയാണ്: ഇറ്റ്സ് ഓക്കെ, യു ഹാവ് ജസ്റ്റ് യൂസ് ടു മച്ച് സൊല്യൂഷൻ. നൗ ഇൻ എ ഫ്യൂ മിനിറ്റ്സ് ഐ വിൽ ഗെറ്റ് യു ടു ട്രൈ ടേക്കിംഗ് ദം ഔട്ട് ആൻഡ് ഇൻസേർട്ടിംഗ് ദം എഗെയിൻ ബൈ യുവർ സെൽഫ്. അപ്പോൾ ഒപ്റ്റോമെട്രിസ്റ്റ് അത് പറഞ്ഞു എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അടുത്തത് പേഷ്യൻ്റ് പറയാണ്: I had no trouble taking them out earlier, but I am not confident about putting them in. So അവിടെ റിമൂവ് എന്നുള്ളതിന് പോലും പേഷ്യൻ്റ് ഒരു ഫ്രേസൽ വേർബ് യൂസ് ചെയ്തിട്ട് ടേക്കിംഗ് ദം ഔട്ട്, പിന്നെ ഇൻസേർട്ട് എന്നുള്ളതിന് പുട്ടിംഗ് ദം ഇൻ എന്നൊക്കെയാണ് പറയുന്നത്. പേഷ്യൻറ്റിൻ്റെ ലാംഗ്വേജ് നോക്കണം നിങ്ങൾ കേട്ടോ. ഇനി ഒപ്റ്റോമെട്രിസ്റ്റ് പറയാണ് ദാറ്റ്സ് അൺലൈക്ലി ടു ഹാപ്പൻ. പേഷ്യൻ്റ് അപ്പോൾ പറയാണ്: Things look rather distorted though. I mean, I can't make out the letters on that chart. എനിക്ക് ചാർട്ടിലെ കാര്യങ്ങൾ മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് വായിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ബ്ലർഡ് വിഷനെ ഒരു ലേ ടേമിൽ പേഷ്യൻറ്റിൻ്റെതായിട്ടുള്ള സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓഡിയോ കേൾക്കുന്ന സമയത്ത് ബ്ലർഡ് വിഷൻ എപ്പോൾ പറയുന്നു അല്ലെങ്കിൽ ബ്ലർഡ് വിഷൻ പറയുന്നുണ്ടോ എന്നിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ബ്ലർഡ് വിഷൻ അവരവിടെ പറയണം എന്നില്ല. അപ്പോൾ ബ്ലർഡ് വിഷന് പകരമായിട്ട് അവിടെ ലേ ടേം, നമുക്കറിയാലോ ബ്ലർഡ് വിഷന് പകരമുള്ള സിനോണിം ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അത് ലേ ടേമിൽ ഇവിടെ ഐ കാൺ മേക്ക് ഔട്ട് ദ ലെറ്റേഴ്സ് ഓൺ ദ ചാർട്ട്, അല്ലെങ്കിൽ ഐ കാൺ സീ ക്ലിയർലി, ഐ എം അൺഏബിൾ ടു സീ എന്നൊക്കെ ആയിരിക്കും പറയുക. അപ്പം ലിസണിങ്ങിൻ്റെ പാർട്ട് ബിയിലും എയിലും ഇങ്ങനെ അവർ ആ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂസ് ചെയ്തത് മെഡിക്കൽ ടേം ആണെങ്കിൽ ഓഡിയോയിൽ ചിലപ്പോൾ പേഷ്യൻ്റ് പറയുന്നത് ലേ ടേമിലായിരിക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ലേ ടേംസ്, മെഡിക്കൽ ടേംസിൻ്റെ ലേ ടേംസ്, സാധാരണയായി വന്ന് കണ്ടിട്ടുള്ള നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട കുറച്ച് മെഡിക്കൽ ടേംസിൻ്റെ ലേ ടേംസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് നോക്കാം. അപ്പം മെഡിക്കൽ ടേംസിന് പകരം ലേ ടേംസ് ആണ് യൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി പേഷ്യൻറ്റുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ വരുന്ന സമയത്ത് എന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്ത് കാണിച്ചത്. ഇനി നമുക്ക് ആ ലേ ടേംസിലോട്ട് പോവാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒന്നാമത്തെ മെഡിക്കൽ വേർഡ് എന്ന് പറയുന്നത് അബ്ഡോമൻ എന്നുള്ളതാണ്. അബ്ഡോമൻ എന്ന് പേഷ്യൻ്റ് പറയാറുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും അബ്ഡോമന് പകരമായിട്ട് ലേ ടേംസിൽ പേഷ്യൻ്റ് പറയാൻ ചാൻസ് ഉള്ള മറ്റു വാക്കുകളാണ് ബെല്ലി അല്ലെങ്കിൽ സ്റ്റൊമക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ടമ്മി ഏക്ക് എന്നൊക്കെ പറയാറുണ്ട്. ബെല്ലി പെയിൻ അല്ലെങ്കിൽ സ്റ്റൊമക്ക് ഏക്ക്,
അല്ലെങ്കിൽ ടമ്മി ഏക്ക്, ഇതൊക്കെയാണ് പേഷ്യൻ്റ് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള, അബ്ഡോമിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ലേ ടേംസ്. ഓക്കെ, സോ അബ്ഡോമിന് പകരം അബ്ഡോമിനും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലേ ടേംസും യൂസ് ചെയ്യാം, എസ്പെഷ്യലി പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷൻസിൽ. ഇനി നെക്സ്റ്റ് വൺ, അക്യൂട്ട്. അക്യൂട്ട് പെയിൻ എന്ന് പേഷ്യൻ്റ് പറയാനുള്ള ചാൻസ് അഗെയിൻ കുറവാണ്. അബ്ഡോമൻ വീണ്ടും കുറച്ചുകൂടെ കൂടുതൽ, മിക്കവാറും ഓഡിയോയിൽ അബ്ഡോമൻ പേഷ്യൻ്റ് പറയാറുണ്ട്. പക്ഷേ എന്നാലും അക്യൂട്ട് എന്ന് പറയുന്നത് പേഷ്യൻ്റ് പറയുന്ന ചാൻസ് കുറവാണ്. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണെങ്കിൽ അക്യൂട്ട് പറയാൻ ചാൻസ് ഉണ്ട്. പേഷ്യൻ്റ് പറയുന്നത് സഡൻ അല്ലെങ്കിൽ റീസെന്റ് അല്ലെങ്കിൽ ന്യൂ പെയിൻ എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അക്യൂട്ടിന്റെ ലേ ടേംസ് ആണ് സഡൻ, റീസെന്റ്, ന്യൂ. അപ്പോൾ നിങ്ങൾ സഡൻ എന്ന് കേട്ടാലും റീസെന്റ് കേട്ടാലും അല്ലെങ്കിൽ ന്യൂ പെയിൻ എന്നൊക്കെ കേട്ടാൽ ഓർത്തോണം അത് അക്യൂട്ട് പെയിൻ്റെ സിനോണിമാണ് അവർ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, ആക്സില. ഓക്കെ, ആക്സിലയ്ക്ക് പേഷ്യൻ്റ് പറയുക ആംപിറ്റ് എന്നായിരിക്കും. ഓക്കെ, ഇതൊക്കെ വളരെ സില്ലി ആയിട്ട് നിങ്ങൾക്ക് മേ ബി ഓൾറെഡി അറിയാവുന്നതായിരിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക്, ഒരു ബിഗിനേഴ്സ്, ലിസണിങ്ങിൻ്റെ ബിഗിനേഴ്സിനൊക്കെ അല്ലെങ്കിൽ OET എഴുതാനായിട്ട് പോകുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. സോ ആക്സിലയ്ക്ക് പകരം ആംപിറ്റ് ആയിരിക്കും അവർ മിക്കവാറും യൂസ് ചെയ്യാൻ ചാൻസ്. ഓക്കെ, ഇനി കാട്രാക്ട് ഇതൊരു എക്സാമ്പിൾ ഒഫീഷ്യൽ മെറ്റീരിയലിൽ തന്നെ വന്നിട്ടുള്ളതാണ്. കാട്രാക്ട് എന്ന് പേഷ്യൻ്റ് പറയില്ല, നമുക്കറിയാലോ. കാട്രാക്റ്റിന് പകരം പേഷ്യൻ്റ് പറയുക, പേഷ്യൻ്റ് ആണെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ബ്ലറി ആയിട്ട് തോന്നുന്നു എന്നൊക്കെ ആയിരിക്കും പേഷ്യൻ്റ് പറയുക. അല്ലെങ്കിൽ ക്ലൗഡിങ് ഒപ്പേസിറ്റി, ഇതൊക്കെ ഇപ്പോൾ ഒരു ഡോക്ടർ തന്നെ പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിലും കാട്രാക്ട് എന്ന് ചിലപ്പോൾ അവർ പറയാൻ ചാൻസ് ഇല്ല. ക്ലൗഡിങ് ഒപ്പേസിറ്റി എന്നൊക്കെ ആയിരിക്കും പറയുക കാട്രാക്റ്റിന് പകരം കേട്ടോ. പേഷ്യൻ്റ് ആണെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ബ്ലറി ആണെന്നൊക്കെ ആയിരിക്കും പേഷ്യൻ്റ് പറയുക. പക്ഷേ കാട്രാക്റ്റിൻ്റെ സിനോണിമായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ക്ലൗഡിങ് അല്ലെങ്കിൽ ഒപ്പേസിറ്റി ആണ്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, കോമ എന്ന്, ഐ വാസ് ഇൻ കോമ എന്ന് പേഷ്യൻ്റ് പറയണമെന്നില്ല. ഐ ഫെയിൻറ്റഡ് എന്നോ അല്ലെങ്കിൽ ഐ വാസ് ഇൻ അൺകോൺഷ്യസ് സ്റ്റേറ്റ്, അൺകോൺഷ്യസ് ആയിരുന്നു, അല്ലെങ്കിൽ പാസ് ഔട്ട് അല്ലെങ്കിൽ പാസ്ഡ് ഔട്ട് എന്നുള്ള വാക്ക് ഫ്രേസൽ വേർബായിട്ടും അവിടെ യൂസ് ചെയ്യാം കോമയ്ക്ക് പകരം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫ്രാക്ചർ എന്നുള്ളതും പറയാനുള്ള ചാൻസ്, പേഷ്യൻ്റ് പറയാനുള്ള ചാൻസ് കുറവാണ്. പേഷ്യൻ്റ് പറയുക ബ്രേക്ക് ഇൻ ദ ബോൺ എന്നായിരിക്കാം. ബോണിലൊരു ബ്രേക്ക് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈവൻ പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നതും ഫ്രാക്ചേഴ്സ് ആയിരിക്കണം എന്നില്ല, ബ്രേക്ക് ഇൻ ദ ബോൺ എന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹെമറേജിന് പേഷ്യൻസ് പറയുക ബ്ലീഡിങ് അല്ലെങ്കിൽ ലോസ് ഓഫ് ബ്ലഡ് എന്നായിരിക്കും. അപ്പം ഞാൻ ഈ പറയുന്നത് നമ്മുടെ ആൻസർ ഓപ്ഷൻസിൽ ഹെമറേജ് എന്നായിരിക്കും കൊടുക്കുക. അപ്പം നമ്മൾ ഈ ഹെമറേജ് അപ്പോൾ പറയുന്നു എന്ന് കേട്ടിരിക്കരുത്. ഹെമറേജിൻ്റെ എന്ത് സിനോണിം വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ സിനോണിംസ് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള വേർഡ്സ് ആണ് ഇവയൊക്കെ കേട്ടോ. ബ്ലീഡിങ് അല്ലെങ്കിൽ ലോസ് ഓഫ് ബ്ലഡ് എന്ന് പറയാം. ഇനി പെയിൻ എന്ന് തന്നെ പറയാം. 90% പെയിൻ ആണ് പറയുക. എന്നാലും ചില സമയത്ത് ലിസണിങ്ങിൻ്റെ പാർട്ടിയിലൊക്കെ ആണെങ്കിൽ ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഹേർട്ട്, ഓക്കെ, എൻ്റെ സ്റ്റൊമക്ക് ഹേർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഏക്ക്, ഓക്കെ, ടമ്മി ഏക്ക്, സ്റ്റൊമക്ക് ഏക്ക് എന്ന് പറയാം. സോർ, ഇപ്പോഴാണെങ്കിൽ നമ്മൾ ആ ഒരു സോർനെസ് ഇൻ ദ ഐസ് എന്നുള്ളത് ഇപ്പോൾ ഒരു ഓപ്ഷനിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ സോർ എന്ന് പറയാം. പിന്നെ ബോദർ, ഇറ്റ് ബോദേഴ്സ് മീ എന്ന് പറയാം. ഇറ്റ് ട്രബിൾസ് മീ, ട്രബിൾ എന്നുള്ള വേർഡും യൂസ് ചെയ്യാം. ഓക്കെ, പെയിൻ്റെ എക്സാക്ട് സിനോണിം പറയുകയാണെങ്കിൽ ഹേർട്ട്, ഏക്ക് അല്ലെങ്കിൽ സോർ ആണ്. പിന്നെ പേഷ്യൻ്റ് പറയുന്ന സമയത്ത് എസ്പെഷ്യലി ലിസണിങ്ങിൻ്റെ പാർട്ടിയിലൊക്കെ ബോദർ, ഇറ്റ് ഈസ് ബോദറിങ് മീ അല്ലെങ്കിൽ ട്രബിൾ വരുത്തുന്നു എന്നൊക്കെയാണ് പറയാറുള്ളത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, ഇൻസോംനിയ എന്ന് പറയുന്നത് പേഷ്യൻ്റ് പറയുന്നത് ലാക്ക് ഓഫ് സ്ലീപ്പ് അല്ലെങ്കിൽ അണേബിൾ ടു സ്ലീപ്പ് അല്ലെങ്കിൽ സ്ലീപ്ലെസ്നെസ്. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻസോംനിയ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരവിടെ യൂസ് ചെയ്യുന്ന വാക്ക് ലാക്ക് ഓഫ് സ്ലീപ്പ് എന്നാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വാക്കുകളാണ്. പക്ഷേ ഈ വേർഡ് ഞാൻ എടുത്തിവിടെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ഈ ഇൻസോംനിയ എന്ന് ഓപ്ഷനിൽ കാണുമ്പോൾ ആ ഇൻസോംനിയ തന്നെ അവർ പറയണമെന്നില്ല. അതിന് പകരമായിട്ട് ലേ ടേമിൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള വാക്കുകളാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പം ഇതെനിക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന വേർഡ്സ് കൂടെയാണ്. എന്നാലും OET ആദ്യമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഇതിൻ്റെ സിനോണിംസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാരാഫ്രൈസ് ചെയ്തിട്ടായിരിക്കും വരിക എന്ന് അറിഞ്ഞിരിക്കണം. അതിനുള്ള കുറച്ച് എക്സാമ്പിൾ എടുത്തിട്ടാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. ഓക്കെ, ഇത് മാത്രമല്ല ഒരുപാട് വേർഡ്സിൻ്റെ സിനോണിംസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, ഇത്രയും വേർഡ്സ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. So thank you so much for watching this video.